ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു ചെറിയ വീഡിയോ ആക്കാമെന്ന് ഇറങ്ങിയപ്പോഴേ നീലു ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പെല്ലാം ഇട്ട് കൊടുത്തത് അതുകൊണ്ട്. ആദ്യം തന്നെ എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ പോകണമായിരുന്നു. ഈ കടയിൽ കയറിയപ്പോൾ സമയത്ത് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓപ്പോസിറ്റ് നീലു ഒരു കട കണ്ടപ്പോൾ അവൾക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞതിന് ബിസ്ക്കറ്റ് അല്ലേ ചോദിച്ചതെന്ന് വെച്ച് ചേട്ടൻ കൊണ്ടുപോവാണ്. സാധാരണ അവൾ മുട്ടായിക്കാണ് വഴക്കുണ്ടാക്കാറ്. അപ്പോൾ ബിസ്ക്കറ്റ് അല്ലേ ചോദിച്ചതെന്ന് വെച്ച് കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ബിസ്ക്കറ്റ് മറന്നുപോയി. ഇവള് കിൻഡർ ജോയ് മേടിച്ചുകൊണ്ടാണ് വന്നത്. മേടിക്കാൻ പോയല്ലേ? അല്ലേ, ഇത് മേടിക്കാൻ പോയതാണോ? ഇവിടുന്ന് ബിസ്ക്കറ്റ് മേടിക്കാന്ന് പറഞ്ഞല്ലേ പോയേ? അല്ലേ, എന്നോട് ബിസ്ക്കറ്റ് മേടിക്കാനാണല്ലോ പറഞ്ഞേ. പിന്നെ അവിടെ ചെന്നപ്പോ നിനക്ക് എന്താ ബിസ്ക്കറ്റ് വേണ്ടാത്ത? കള്ളത്തരം കാണിക്കുന്നോ? നീല നല്ല കുഞ്ഞല്ലേ? പൊട്ടിച്ചു നോക്കാം. അങ്ങനെ ഞങ്ങൾ അടുത്ത കടയിലും കയറി. അവിടെയും പറ്റത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കട കിട്ടി. ആ കടയുടെ പേര് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഈ കടയാണത്. എൻ്റെ പേര് എലിഗൻസ് എന്നാണ്. ബോർഡ് ഞാൻ എടുത്തില്ല. അവിടെ ഒരു ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കേട്ടോണ്ടാണ് ഈ നൃത്തം ആടുന്നത്. ബ്ലൗസ് അവിടെ തയ്ക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത കടയിൽ കയറി. വീട്ടിലെ ക്ലോക്ക് കേടായിരുന്നു. അപ്പോൾ ക്ലോക്ക് മേടിക്കാനായിട്ട് കയറിയതാ. അങ്ങനെ ക്ലോക്ക് മേടിച്ച് ഞങ്ങൾ അടുത്തത് സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. നാളെ ഞങ്ങൾക്കൊരു യാത്രയുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കുറച്ച് സാധനം മേടിക്കാനുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞ് ഇറങ്ങണ്ട, ഞാൻ പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന്. പക്ഷെ നീലു സമ്മതിക്കുന്നില്ലായിരുന്നു. അവൾക്കറിയാം അവിടെ മുട്ടായി ഉണ്ടെന്ന്. സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നീലൊരു കൺഫ്യൂഷൻ ഏത് മുട്ടായി എടുക്കണം എന്നുള്ളത്. അവസാനം അവൾ ഇതെടുത്തോണ്ടെങ്കിൽ പോകുന്നു. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്തത് ഞങ്ങൾ തുണിക്കടയിൽ വന്നു. എനിക്കുള്ള ഡ്രസ്സ് മേടിച്ചിട്ട് നീലുവിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ അവർക്കിവിടെ കളിക്കാനുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞ് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. എത്ര വിളിച്ചാലും നീലു വരത്തില്ല. ഒരുവിധം അവിടുന്ന് വിളിച്ചോണ്ട് വന്നതാണ്. അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത്. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് അവിടുന്ന് ഡ്രസ്സ് മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്തത് നീലു കാണുന്നത് കളിപ്പാട്ടക്കടയാണ്. കോട്ടയമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴും കട ഒരാഴ്ച 2 ആഴ്ച അവിടെ കാണും. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കിനും അവൾക്ക് കളിപ്പാട്ടം വേണം. അവിടുന്ന് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോഴേ അവൾ പറയുന്നുണ്ട് അമ്മ വഴക്കുറയും എന്നുള്ളത്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വടാപ്പാ കടയുണ്ട്. അവിടെ നല്ല ചൂട് വടാപ്പാവും ബ്രെഡ് ഓംലെറ്റും കിട്ടും. അങ്ങനെ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് മേടിച്ച് കഴിച്ചു. നീലക്കുട്ടി മുട്ട കഴിച്ചേ. നീലക്കുഞ്ഞേ
കാറിൽ ഇരുന്ന് തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തത് ചെരുപ്പ് കടയിൽ പോയി ചേട്ടന് ചെരുപ്പ് മേടിക്കാനുണ്ടായിരുന്നു. മതിയോ? കൊട ഇട്ടി കൊട. ചേട്ടന് ചെരുപ്പം മേടിച്ചു, നീലമ്മയ്ക്കൊരു കുടയും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇത്രയും നേരം കളിപ്പാട്ടം പൊട്ടിക്കാത്തതിൻ്റെ ശ്വാസം മുട്ടലിലായിരുന്നു നീലു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അത് പൊട്ടിച്ചോള്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.